സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 5 ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. താഴോട്ടും കൂടെ എടുത്തോ, അപ്പൊ കുറച്ചുകൂടെ നല്ല വ്യൂ. ശരിയാണ്, നമ്മൾ കയറി വന്ന വഴിയെ ഇങ്ങനെ ആ ബാക്കിലോട്ടും കൂടെ എടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നല്ല അടിപൊളി കുഴി, നല്ല കുഴിയാണെന്ന് സൈഡില്. നല്ല കുഴിയാണ്. ഗിയർ ഇടാതെ വാഹനങ്ങൾ ഓടിക്കരുത് എന്നുള്ള ഒരു ബോർഡ് ഇവിടെ ഉണ്ട് അല്ലേ? അതായത് ന്യൂട്രൽ അടിച്ച് ഇതുവഴി പോകാൻ പാടില്ല. ന്യൂട്രൽ അടിക്കാൻ പറ്റത്തില്ല ഇവിടെ. വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്. വളരെ റിസ്ക് ഉള്ള പരിപാടി. പലർക്കും ഇപ്പോഴും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് എങ്ങനെയാണ് ഈ ചുഴ ഇറങ്ങേണ്ടത്, കയറേണ്ടതല്ല ഇറങ്ങേണ്ടതാണ് പഠിക്കാൻ സാധാരണ പറയുന്നത്. ലോഡ് വണ്ടി ആയതുകൊണ്ടാണ്. ലോഡ് വണ്ടി അല്ല, നമ്മളിപ്പോ ഒരു കാറിലാണെന്നുണ്ടെങ്കിൽ ഏത് ഗിയറിലാണ് ഏത് കയറ്റം കയറുന്നോ ആ ഗിയറിൽ തിരിച്ചിറങ്ങണമെന്നാണ്. ഇപ്പൊ ലോഡ് വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6ാമത്തെ ഗിയർ അല്ലെങ്കിൽ ഒരു 7ാമത്തെ ഗിയർ, ആ ഗിയർ ഇട്ടിട്ട് ബ്രേക്കിലും കൂടെ കാല് വെച്ചേക്കുക. പയ്യെ ഇതേണൊക്കെ പയ്യെ വണ്ടി ഇറങ്ങി പോവുകയും ചെയ്യും. അത് കുറച്ച് നമുക്ക് എയർ കയറിക്കൊണ്ടുവരിക്കും. അതുകൊണ്ട് വലിയ പെട്ടെന്ന് എയർ കുറയത്തില്ല. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ന്യൂട്രാക്കി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ വണ്ടിയുടെ എയർ തീർന്നേനെ. പിന്നെ വണ്ടി നീങ്ങത്തതുമില്ല, ചിലപ്പോ നമ്മളെ കൺട്രോളിൽ നിൽക്കത്തില്ല വണ്ടി. ഇവിടെ മൊത്തം ലോട്ടറിക്കാരുടെ കളിയാണ്. അത് ബോർഡർ, അതിപ്പം ഇവിടെ അത് കണക്ക് തന്നെ വാളയാറ്, പാലക്കാട്. കാരണം തമിഴ്നാട്ടുകാർക്ക് കൂടെ എടുക്കാനായിട്ട് അവരാണ് കൂടുതലും എടുക്കുന്നത്. ലോറിക്കാരന്മാരെടുക്കുന്ന ലോട്ടറി എന്ന് പറഞ്ഞാൽ അവര് എന്നും എടുക്കും. അവര് നമ്മളെ ഓഫീസിൽ ഉള്ള അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് വേണ്ടി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാനും ചെല്ലുന്ന ബമ്പറൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാൻ അവര് വിളിച്ചു പറയും ലോട്ടറി എടുത്തോണ്ട്. ഹോട്ടൽ താജ് അണ്ണ, ഹോട്ടൽ താജ് ആര്യങ്കാവ് കഴിഞ്ഞിട്ട് തെന്മല എത്തും മുമ്പല്ലേ? അതെ. അപ്പൊ എന്തുണ്ട് ഇവിടെ സ്പെഷ്യല്? ഊണാണ്. ഊണ്, പൊരിച്ചമീൻ, ഊണ്, ചോറ്. ഊണല്ലേ ചോറ്. എപ്പോഴും ഊണ് കാണും. ചില ആൾക്കാർ ഇവിടെ നിന്ന് പാഴ്സലും മേടിച്ചോണ്ട് പോകും രാത്രിയിലൊക്കെ.